ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ ഒരു അടിപൊളി സമ്മന്തി ഉണ്ടാക്കിയാലോ? ഒരു ഇരുമ്പമ്പുളിയും കൊണ്ടുള്ള സമ്മന്തി. അതിനുവേണ്ടി ഞാനൊരു അരക്കപ്പ് തേങ്ങ ഇവിടെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഒരു 2 ഇരുമ്പമ്പുളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2-3 ഇതൾ കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇരുമ്പൻപുളിയിൽ കാൽഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ബോണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. മസിൽ പെയിനും ജോയിൻറ്റ് പെയിനും കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റിനെ പറ്റി ഞാൻ ഇരുമ്പമ്പുളി അച്ചാറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനിയും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടിയവർ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സമ്മന്തി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സമ്മന്തി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. അരകല്ലുണ്ടെങ്കിൽ അതിൽ അരയ്ക്കുന്നതാണ് നല്ലത്. സമ്മന്തി ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമ്മന്തിയാണ്. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.